വളരെ ഹാപ്പി ആയിട്ടൊരു ഫാമിലി ഫംഗ്ഷന് നിങ്ങൾ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വേണ്ടി പറയുന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, നീ ഇപ്പൊ എന്താ ചെയ്യണേ കുട്ടികളൊക്കെ ആയതിനു ശേഷം? പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം അങ്ങ് മാടും അല്ലേ? കാരണം എന്താ? കരിയർ ഗ്യാപ്പ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കുകയാണെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമ മാത്രമാണ്. ടീച്ചിങ് അതിനെ മീനിങ് ഫുൾ ആക്കാൻ ഒരു ഗോൾഡൻ വേ ആണ്. ആശ എന്ന് പറയുന്ന ഒരു സഹോദരി 8 വർഷമായി വീട്ടിൽ തന്നെയാണ്. കുട്ടികളെ നോക്കി പാചകമൊക്കെ ചെയ്ത് വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാം തനിയെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഒരു ചെറിയൊരു പെയിൻ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. എന്താണ് എൻ്റെ വാല്യൂ? അങ്ങനെ ഇരിക്കെ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് ജോയിൻ ചെയ്തു. എന്തായിരുന്നു ആശയ്ക്ക് വന്ന മാറ്റം? കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആശയ്ക്ക് ഒരു ജോബും കിട്ടി, കോൺഫിഡന്റ് ആയി, അതുപോലെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ടീച്ചിങ് വാല്യൂസ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി, പേഷ്യൻസ്, അണ്ടർസ്റ്റാൻഡിങ്, വാംത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് എല്ലാ വുമൻ കരിയർ ഗ്യാപ്പ് ഉണ്ടോ? യു ഹാവ് മോർ ഓഫ്, നോട്ട് ലെസ്. സൊസൈറ്റി നമ്മളോട് ചോദിക്കുന്നത് ഗ്യാപ്പ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ സ്കൂൾസ് നമ്മളോട് ചോദിക്കുക, നിങ്ങൾ കാമാണോ, കിഡ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ട്രെയിനിങ് ഉണ്ടോ? ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കുക. ഒരു മോണ്ടിസറി ടീച്ചർ ആവാൻ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. പ്രീവിയസ് ടീച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല, ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല, അതുപോലെ ഫാൻസി ഇംഗ്ലീഷും നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഒരു മോണ്ടിസറി ടീച്ചർ ആവാൻ നിങ്ങൾക്ക് വേണ്ടത്? കൈൻഡ്നസ്, പേഷ്യൻസ്, അറ്റൻഷൻ ആൻഡ് ട്രെയിനിങ്. കരിയർ ഗ്യാപ്പുള്ള സ്ത്രീകൾ ഏറ്റവും നല്ല എക്സൽ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ടീച്ചിങ്. നിങ്ങൾ വീട്ടിലേക്ക് ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ഡീവാല്യൂഡ് ആവാൻ പാടില്ല. ടീച്ചിങ് ഗിവ്സ് ബാക്ക് സംതിങ് പ്രഷ്യസ്: respect, freedom and dignity. If you are in a gap stage and waiting for a restart, teaching is one of the safest dignified paths. Start with training, rest will follow.